Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സി പ്രോഗ്രാം എഴുതി. അപ്പോൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൺ ചെയ്യണം. റൺ ചെയ്യണമെങ്കിൽ നമുക്കൊന്നെങ്കിൽ ഓൺലൈൻ കമ്പൈലറിൽ നമുക്ക് ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ ഓൺലൈൻ കമ്പൈലറിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ വലിയ പ്രോഗ്രാംസ് പിന്നെ ഒന്നിൽ കൂടുതൽ ഫയൽസ് ഒക്കെ റൺ ചെയ്യുമ്പോൾ നമുക്ക് കമ്പൈലർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ യൂസ് ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സി പ്രോഗ്രാം GCC കമ്പൈലർ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വിൻഡോസ് സബ്സിസ്റ്റന്റ് ലിനക്സ് ഉണ്ട്. അതായത് വിൻഡോസിൽ ഉബുണ്ടു പറഞ്ഞിട്ടുള്ളത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുക. ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമുക്ക് സി പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് അത് GCC കമ്പൈലർ ഇതിലും ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം റൺ ചെയ്യാൻ പറ്റും. നമ്മൾ എന്തിനാ കമ്പൈലർ യൂസ് ചെയ്യുന്നത് അറിയാം. നമ്മളിപ്പോൾ എഴുതുന്ന കോഡ് നമുക്ക് മനസ്സിലാവുന്ന കോഡാണ്. ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ കോഡാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. ഒരു സി പ്രോഗ്രാം എഴുതി ഇതിപ്പോ നമുക്ക് മനസ്സിലാവും ഈ ഒരു കോഡ്. പക്ഷെ ഇത് മെഷീൻ കോഡിന് മനസ്സിലാവുന്ന തരത്തിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന തരത്തിൽ കൺവേർട്ട് ചെയ്യും കമ്പൈലർ. നമ്മുടെ സോഴ്സ് കോഡ്, അതായത് നമ്മുടെ സോഴ്സ് കോഡിന് കൺവേർട്ട് ചെയ്തിട്ട് മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് കമ്പൈലർ യൂസ് ചെയ്യുന്നത്. നമുക്ക് വിൻഡോസ് സബ്സിസ്റ്റന്റ് ലിനക്സും അതിന് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, അതല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ സാധാരണ യൂസ് ചെയ്യാറ് വിൻഡോസ് സബ്സിസ്റ്റന്റ് ലിനക്സ്. അതായത് ഉബുണ്ടു നമ്മുടെ വിൻഡോസിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ സ്റ്റെപ്പ് ഉണ്ട്. ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വിൻഡോസ് 10 11 ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആദ്യം സ്റ്റാർട്ട് മെനുവിൽ സെറ്റിംഗിൽ പോവുക. സെറ്റിംഗിൽ പോയതിനു ശേഷം സെറ്റിംഗ് എടുക്കുക. സെറ്റിംഗിൽ പോയതിനു ശേഷം ആപ്സ് ഇല്ലേ, ആപ്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. ആപ്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ട് ആപ്സ് ആൻഡ് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് ആപ്സ് ആൻഡ് ഫീച്ചേഴ്സ് ക്ലിക്സ് പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ്. പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് കണ്ട. അപ്പൊ നമുക്ക് കുറെ ഓപ്ഷൻസ് കിട്ടും. അതില് ടേൺ വിൻഡോസ് ഫീച്ചേഴ്സ് ഓൺ ഓർ ഓഫ്, ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഒരു ബോക്സ് വരുന്നത് കാണാൻ പറ്റും. ആ ബോക്സിലെ അവസാനം വിൻഡോസ് സബ്സിസ്റ്റന്റ് ലിനക്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ്, അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അപ്പൊ ഓൾറെഡി ഓൺ ആണ്, ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓൺ ആക്കിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓൺ അല്ലെങ്കിൽ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഈ സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ അതൊക്കെ കഴിഞ്ഞു. ഏതൊരെത്തി അടുത്ത് നമ്മൾ ഇൻസ്റ്റാൾ ആണ് ചെയ്യേണ്ടത് കൊണ്ട് അതിന് മൈക്രോസോഫ്റ്റ് സ്റ്റോർ എടുക്കുക. ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുക, മൈക്രോസോഫ്റ്റ് സ്റ്റോർ അടിക്കുക. ജസ്റ്റ് ഓപ്ഷൻ വരുമ്പോൾ ഉബുണ്ടു പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഇവിടെ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുണ്ട്. ഉബുണ്ടു പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെർച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിപ്പോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഇത് ഇൻസ്റ്റാൾഡ് കാണിക്കുന്നത്. ഇൻസ്റ്റാൾഡ് അല്ലാത്ത വേറെ വേർഷൻ ഞാൻ തൽക്കാലം ഈ ഒരു വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. 18.04 ഈ ഒരു വേർഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. ഗെറ്റ്, അതിനുശേഷം ഗെറ്റ് കൊണ്ടുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ കണ്ട ഇൻസ്റ്റാൾ ആവാൻ തുടങ്ങി. ഇൻസ്റ്റാളിങ് 2% ആയി. എത്ര 305.2 MB ഉണ്ട്. അത്ര MB ഡൗൺലോഡ് ആവണ വരെ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് കഴിഞ്ഞു. കണ്ട ഇൻസ്റ്റാളിങ് 100% ഓൾമോസ്റ്റ് ഡൺ. അങ്ങനെ കഴിഞ്ഞു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഓപ്പൺ സ്റ്റാർട്ട് മെനു ടൈപ്പ് ഉബുണ്ടു നമ്മളായി കഴിഞ്ഞു. അതിനുശേഷം ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തു. ഇനിഷ്യൽ സെറ്റപ്പ് ഫസ്റ്റ് ടൈം യു ഉബുണ്ടു ഇറ്റ് വിൽ ആസ്ക് ഫോർ അതിനുശേഷം നമ്മൾ ഉബുണ്ടു ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ നിൽക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു പോർഷൻ തന്നെ ഓപ്പൺ നിൽക്കുന്നു. അപ്പൊ ഓപ്പൺ നിൽക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, 18.04 ഉബുണ്ടു ഇൻസ്റ്റാളിംഗ് ദിസ് മേ ടേക്ക് ഫ്യൂ മിനിറ്റ്സ് കൊണ്ടുള്ള കുറച്ച് ടൈം എടുക്കുമ്പോണ്ടുള്ള ഒരു ഓപ്ഷൻ വരും. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ആദ്യക്ക് എൻ്റർ ന്യൂ യൂണിക്സ് യൂസർ നെയിം, നിങ്ങൾക്കൊരു യൂസർ നെയിം കൊടുക്കാം. നിങ്ങളുടെ പേരെന്താണോ അതിന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ എൻ്റെ പേര് വിനായക് PG, ഞാൻ ജസ്റ്റ് വിനായക് PG എന്ന് കൊടുക്കും. അപ്പൊ ആദ്യക്ക് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രം യൂസർ നെയിം ചോദിക്കും. അപ്പൊ യൂസർ നെയിം വരും. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇനി പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. കണ്ടാ, എൻ്റർ ന്യൂ യൂണിക്സ് പാസ്വേഡ്. പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക. പാസ്വേഡ് അടിക്കുമ്പോൾ ഇതിൽ കാണില്ല. അതിനുശേഷം വീണ്ടും കൺഫേം റീടൈപ്പ് ന്യൂ യൂണിക്സ് പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്യാൻ പറയും. പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. നിങ്ങൾ 2 തവണ പാസ്വേഡ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി നോക്കും. ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ.
ടു നമുക്ക് ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം ഇല്ലേ, വിനായക് പി ജി ടൈപ്പ് ചെയ്തത്, ആ നെയിമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ കമാൻഡ്സ് യൂസ് ചെയ്താൽ മാത്രം നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് കമാൻഡ് പറഞ്ഞ PWD കൊണ്ടുള്ള കമാൻഡ് ഉണ്ട്. PWD ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത് കാണിക്കും. അതായത് നമ്മുടെ കറന്റ് ഡയറക്ടറി പറഞ്ഞാൽ ഹോമില് വിനായക് പി ജിയിലാണ് കിടക്കുന്നത്. അങ്ങനെ ഇതിൽ കുറച്ച് കമാൻഡ്സ് ഉണ്ട് നമ്മുടെ ലിനക്സ് സിസ്റ്റം യൂസ് ചെയ്യണമെങ്കിൽ. ഇതിൽ എന്തും നമ്മൾ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഞാൻ വിൻഡോസിൽ ഇപ്പൊ എനിക്ക് ക്രോം എടുക്കണമെങ്കിൽ മൗസിന്റെ ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് ക്രോം എടുക്കുന്നത്. അതേപോലെ ഞാൻ ഈ സെറ്റിംഗ് എടുക്കണമെങ്കിൽ മൗസിന്റെ ബട്ടൺ പോയിട്ട് സെറ്റിംഗ് എടുത്തു. എനിക്ക് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും, ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് എല്ലാതും ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് കമാൻഡ്സ് ഉണ്ട്, PWD, LS, CD, MKDIR, RMDIR, RM, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക, ഡയറക്ടറി ഡിലീറ്റ് ചെയ്യുക. നമുക്ക് ഏത് ഫയൽ വേണമെങ്കിലും ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉപണ്ടു ചെയ്യുക. എല്ലാതും കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അതിന് പറയുന്ന പേരാണ് കമാൻഡ് ലൈൻ ഇന്റർഫേസ്. നമ്മുടെ വിൻഡോസിൽ നമ്മൾ എല്ലാതും ചെയ്യുക, നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യൊക്കെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും, ന്യൂ ഫോൾഡർ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ ഡിലീറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, നമുക്കെല്ലാം വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നു. നമ്മളൊക്കെ ഗ്രാഫിക്കലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ മൗസ് കേഴ്സ് ഉണ്ടാവും, മൂവിനൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഇവിടെ ഉബുണ്ടുവിൽ എന്തും ചെയ്യുക, കമാൻഡ് വെച്ചിട്ട് ചെയ്യുക. കമാൻഡ് വെച്ചിട്ട് തന്നെ ഫയൽ ക്രിയേറ്റ് ചെയ്യും, കമാൻഡ് വെച്ചിട്ട് തന്നെ ഫയൽ ഡിലീറ്റ് ചെയ്യും, കമാൻഡ് വെച്ചിട്ട് തന്നെ ഫയൽ ഓപ്പൺ ചെയ്യും. എന്നിട്ട് അതിൽ തന്നെ നമ്മൾ ചെയ്യാനും പറ്റും. ഓക്കെ, അങ്ങനെയൊന്നും നമ്മുടെ ഉബുണ്ടുവിൽ എല്ലാം ചെയ്യും.